ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ അവസാന കാലം വരെ മുസ്ലിം ലോകത്തിന് മാതൃകയാണ്. എല്ലാ സ്ഥലങ്ങളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് കാന ഉമ്മത്തൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വ്യക്തിയായിരുന്നില്ല, മറിച്ചൊരു പ്രസ്ഥാനമായിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷ സുദിനമായ ഇന്ന് ഏറ്റവും കൂടുതൽ അനുസ്മരിക്കപ്പെടുന്ന പ്രവാചകൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ത്യാഗം, അർപ്പണബോധം, മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന ആ വലിയ മനസ്സ്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പെരുന്നാളിൽ നമുക്ക് പാഠമാവേണ്ടത്. പലപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുല്ലാഹി എന്ന പേര് എങ്ങനെ ലഭിച്ചു എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹുവിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന പേര് ലഭിച്ചത് എങ്ങനെയാണ്? പണ്ഡിതന്മാർ അതിന് മറുപടി പറയുന്നത് വക്കാന മിദ്യാഫൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ സൽക്കാരപ്രിയനായിരുന്നു. ഒരു വേള മലക്കുകൾ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൗമിനെ ശിക്ഷിക്കാൻ വേണ്ടി വന്നപ്പോൾ പോലും നല്ല സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ രൂപത്തിൽ വന്ന അവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വേഗം തന്നെ വീട്ടിലുണ്ടായിരുന്നൊരു പശുക്കുട്ടിയെ അറുത്ത് സൽക്കരിക്കുകയാണ്. മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചതിൻ്റെ ശേഷം അവരാരും ഭക്ഷണം കഴിക്കാൻ മുതിരുന്നില്ലെന്ന് കണ്ടപ്പോൾ വിശുദ്ധ ഖുർആൻ ആ സംഭവം പറയുന്നുണ്ട്. ഇന്നക്കും ഖൗമുൻ മുൻകറൂൻ. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ലാ തസ്ലു ഇലൈഹിം ഐദീഹിം. ആ ഭക്ഷണത്തിലേക്ക് അവരുടെ കൈകൾ എന്താണ് എത്താതിരുന്നത് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇവർ മലക്കുകളാണല്ലോ, ഭക്ഷണം കഴിക്കില്ലല്ലോ എന്ന യാഥാർത്ഥ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിലാക്കിയത്. അത്രയും കൂടുതൽ ആര് വീട്ടിൽ വന്നാലും അത് വലുതാണോ ചെറുതാണോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരോടും ആദരവും ബഹുമാനവും കൽപ്പിക്കുകയും എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കുകയും ചെയ്യുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മളൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. രണ്ടാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ത്യാഗം, ജീവിതം മുഴുവൻ ത്യാഗം. നമ്മളൊക്കെ സാധാരണ ഒരാളെക്കുറിച്ച് ആലങ്കാരികമായിട്ട് പറയാറുണ്ട്, അദ്ദേഹം അഗ്നി പരീക്ഷണങ്ങൾ നേരിട്ടു, തീക്കടൽ കടന്നാണ് ഞാനിവിടെ എത്തിയത് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ അഗ്നി കൊണ്ട്, തീ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ നേരിട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ വലിയ പരീക്ഷണങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിജയിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. നിങ്ങളെ ഞാൻ ജനങ്ങൾക്ക് മുഴുവനും, മുസ്ലിങ്ങൾക്ക് മുഴുവനും അല്ല, ജനങ്ങൾക്ക് മുഴുവനും നിങ്ങളെ ഞാൻ നേതാവാക്കിയിരിക്കുന്നു. ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട ആദ്യത്തെ ഗുണം അതാണ്. ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. അനുയായികളെപ്പോലെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റില്ല. നല്ല ത്യാഗബോധമുള്ളവരാവണം നേതാവ്. അപ്പോഴാണ് നേതാവിൻ്റെ കസേരയിലിരിക്കാൻ ഒരാൾക്ക് അർഹതയുണ്ടാവുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിക്കുന്ന സന്ദേശം അതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അധർമ്മത്തിനെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിൽ ചരിത്രം പറയുന്നു 13 വയസ്സായപ്പോഴേക്ക് വിഗ്രഹ സംസ്കാരത്തിനെതിരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചു. ജനിക്കുമ്പോഴേ പിതാവ് നഷ്ടപ്പെട്ടിരുന്നു, മാതാവും കുറച്ചു കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടിരുന്നു. തൻ്റെ പിതൃവ്യനായ ആസറിൻ്റെ വീട്ടിൽ വളർന്നു വരുമ്പോൾ തൻ്റെ ഭക്ഷണത്തെക്കുറിച്ചോ താമസത്തെക്കുറിച്ചോ ചിന്തിക്കാതെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നും നോക്കാതെ അധർമ്മത്തിനെതിരെ പ്രതികരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ തിന്മക്കെതിരെയുള്ള പ്രതിരോധ ശേഷിയാണ്. ആര് തിന്മ ചെയ്താലും ഒന്നും മിണ്ടാതിരിക്കുക. ഇബ്രാഹിം നബി പഠിപ്പിച്ച ശൈലി അതല്ല. ആരും തൻ്റെ കൂടെ ഇല്ലാതിരുന്നിട്ടും തൻ്റെ ഭക്ഷണവും വീടും പാർപ്പിടവും എല്ലാം നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും സ്വന്തം രക്ഷിതാവായ, പിതാവല്ലെങ്കിലും രക്ഷിതാവായ ആസറിനോട് വിഗ്രഹ സംസ്കാരത്തിനെതിരെ ശബ്ദിക്കുകയും ഹിക്മത്തിലൂടെ അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ബന്ധമുള്ള പ്രവാചകനായ വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബന്ധപ്പെടാത്ത ഒരു മേഖലയും നമ്മുടെ ജീവിതത്തിലില്ല. ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട കർമ്മമായ നിസ്കാരം, ആ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ
വജ്ജഹത്തു ദുആഉൽ ഇഫ്തിതാഹ് ഓതിക്കൊണ്ടാണ്. ആരാണ് വജ്ജഹത്തു ആദ്യമായി പ്രഖ്യാപിച്ചത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹിജറ പോയ സമയത്ത് അവിടെയുള്ള ആളുകൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ആരാധിക്കുമ്പോൾ അതിൻ്റെയൊക്കെ വിഡ്ഢിത്തം അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഇബ്രാഹിം നബി നടത്തിയ പ്രഖ്യാപനമാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ്. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ നിസ്കാരം ആരംഭിക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രഖ്യാപനം നിർവഹിച്ചുകൊണ്ടാണ്. എന്നിട്ടാണ് നിർബന്ധമായ ഫാത്തിഹയിലേക്ക് വരെ നമ്മൾ കടക്കുന്നത്. ഇനി ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ആഘോഷം ഇപ്പം നമ്മൾ നിലവിലുള്ള ബലി പെരുന്നാൾ അല്ലെങ്കിൽ വലിയ പെരുന്നാൾ, ഇത്ര ദിവസം നീണ്ടു നിൽക്കുന്ന വേറൊരു ആഘോഷം ഇസ്ലാമിലില്ല. ആ ആഘോഷം ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമല്ല, അവിടുത്തെ കുടുംബവും ത്യാഗത്തിൻ്റെ പര്യായങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല തൻ്റെ പുത്രനെ അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ത്യാഗത്തിൻ്റെ ആ പിതാവിൻ്റെ അതേ പുത്രനായി ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറയുന്നത് എന്താ? യാ അബതി ഫഫ്അൽ മാ തുഅ്മർ ഇഫ്അൽ മാ തുഅ്മർ. പിതാവേ, നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചത് എന്താണെങ്കിലും ചെയ്തോളൂ, ഞാൻ റെഡിയാണ്. ഇങ്ങനെ പറയാനുള്ളൊരു മോനെ കൂടി ഉണ്ടാവണം. ആ മോനെ വിട്ടുതരണമെന്ന് ഹാജറ ബീവിയോട് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. അത്രയും വലിയ ത്യാഗപൂർണമായ ജീവിതം നയിച്ച വലിയൊരു കുടുംബം. അതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ ബീവി അലൈഹിസ്സലാം. ഈ മൂന്ന് മഹാന്മാരുടെ, മഹദി അടക്കമുള്ള മൂന്ന് മഹാന്മാരുടെ മധുര സ്മരണകളാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്നലെ അറഫയിൽ സംഗമിച്ച ഒരുപാട് ആളുകൾ ഇന്ന് മുസ്ദലിഫയിലും മിനയിലുമൊക്കെയായി സംഗമിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ജംറത്തുൽ ഊലയിലേക്ക് അവർ കല്ലെറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എറിഞ്ഞതിനെ അനുസ്മരിക്കുകയാണ്. ജംറത്തുൽ വുസ്തയിലേക്ക് അവർ കല്ലെറിയുമ്പോൾ ഹാജറ ബീവിയെ അനുസ്മരിക്കുകയാണ്. ജംറത്തുൽ അഖബയിലേക്ക് അവർ കല്ലെറിയുന്ന സമയത്ത് അവർ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർമ്മിക്കുകയാണ്. സ്വഫാ മറവക്കടയിൽ അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹാജറ ബീവിയുടെ ആ മധുര സ്മരണ അയവിറക്കുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട കർമ്മമായ ഹജ്ജ് കർമ്മം, അത് മുഴുവനും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ആ ഒരു നല്ല സ്മരണ, ത്യാഗത്തിൻ്റെ സ്മരണ നമുക്ക് അയവിറക്കിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം മഹാന്മാരെയും മഹദികളെയും ഒക്കെ ഓർമ്മിക്കുന്നതിന് വേണ്ടി കൂടിയാണ് പരിശുദ്ധമായ ഈദ് ദിനം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇനി നമ്മളൊക്കെ പെരുന്നാൾ ദിവസത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മം അതെന്താ? തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ്. ആരാണ് ആദ്യമായി തക്ബീർ ചൊല്ലിയത്? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ആദ്യമായി തക്ബീർ ചൊല്ലിയത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. തക്ബീറിൻ്റെ ഒരു പാർട്ട്, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല ഇസ്മായിൽ നബി അറുക്കാൻ കൽപ്പിക്കുകയും അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് വതല്ലഹൂലിൽ ജബീൻ, കഴുത്തിലേക്ക് കത്തിവെക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഒരാളോട് തൻ്റെ പുത്രനെ അറുക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ മനോഭാവം എന്തായിരിക്കണം? അതിൻ്റെ ശക്തി എത്രയായിരിക്കണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആരെങ്കിലും അതിന് റെഡിയാകുമോ? ആര് പറഞ്ഞാലും. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് സന്നദ്ധനാവുകയാണ്. അതാണ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഒരു കാര്യം പറഞ്ഞാൽ അവിടെ പിന്നെ മോനാണോ ഭാര്യയാണോ മറ്റൊന്നും നോക്കേണ്ടതില്ല. അത്രയും വലിയ ത്യാഗബോധം, അത്രയും വലിയ അർപ്പണബോധം ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കാൻ റെഡിയാകുമ്പോൾ അള്ളാഹു തആല ആടിനെ കൊടുക്കുകയാണ്. ആ ആടിനെ കണ്ട സന്തോഷത്തിലാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഈ 3 തക്ബീറുകൾ ചൊല്ലിയത്. ആ ആടിനെ നൽകുന്നതിന് വേണ്ടി മനുഷ്യരൂപത്തിൽ വന്ന ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇത് കേൾക്കുമ്പോഴാണ് രണ്ടാമത്തെ പാർട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആ സന്തോഷത്തിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം ചൊല്ലിയതാണ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ജിബ്രീൽ അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും 3 പേർ ചൊല്ലിയത് സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് തക്ബീർ നടത്തുന്നത്. ഇനി നിസ്കാരത്തിലേക്ക് വന്നാൽ നിസ്കാരത്തിൻ്റെ അവസാനത്തെ ഇബ്രാഹിമിയായ സ്വലാത്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേര് പറയാതെ നിസ്കരിക്കൂല ആരും. ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ മുഴുവനും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ കഥയുണ്ട്.
എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ വലിയൊരു സ്ഥാനം ലഭിച്ചത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച സൽഗുണ സമ്പന്നത കൊണ്ടാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സൽക്കാരപ്രിയനായിരുന്നു. എന്തിനും ആരെയും മുഖം നോക്കാതെ സത്യം വെട്ടിത്തുറന്ന് പറയുന്ന ആളായിരുന്നു. അതിൻ്റെ പേരിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും പതറാതെ ത്യാഗിവര്യനായ ഒരു നേതാവ്, അതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാതൃക പിൻപറ്റി ജീവിക്കാനാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളോട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. വത്തബിയു മില്ലത ഇബ്രാഹിമ ഹനീഫ. നിങ്ങളെല്ലാവരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചര്യ മുറുകെ പിടിക്കണം, അത് ഫോളോ ചെയ്യണം. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിം ലോകത്തോട് മൊത്തം ഉത്ബോധിപ്പിക്കുന്നത്. ഒരു വേള ജനങ്ങളെല്ലാവരും, എല്ലാ മതക്കാരും അംഗീകരിക്കുന്ന ഒരു പ്രവാചകൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജൂതന്മാർ പറയും ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളായിരുന്നു. നസാറാക്കൾ പറയും, ക്രിസ്ത്യാനികൾ പറയും ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളായിരുന്നു. വിശുദ്ധ ഖുർആൻ അതിന് മറുപടിയായിട്ട് വന്നതാണ് മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നസ്രാനിയോ ജൂതനോ ആയിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒരു സാധനം നല്ലതാകുമ്പോൾ അതിന് അതിന് അവകാശവാദം ഉന്നയിക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും. ഇതേപോലെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ 67 തവണ പരാമർശിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഞങ്ങളുടേതാക്കി മാറ്റാൻ എക്കാലവും ആളുകൾ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അല്ലാഹു തആല തറപ്പിച്ചു പറയുന്നു ഹനീഫൻ മുസ്ലിമ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ വിനീത വിധേയനായ അടിമയായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ കാണിച്ചു തന്ന മഹിതമായ ആദർശങ്ങൾ അത് പിൻപറ്റണമെന്ന ഉണർത്തൽ കൂടിയാണ് ഓരോ ഈദുൽ അദ്ഹയും അഥവാ ബലിപെരുന്നാളും നമുക്ക് പഠിപ്പിച്ചു തരുന്ന മഹത്തായ പാഠം. ആ സന്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ആ വഴിയിലൂടെ തന്നെ മുന്നേറുകയും ചെയ്യുക, അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇനി നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ധർമ്മം. ആ ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയാവണം നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ എല്ലാ കർമ്മങ്ങളും. അതോടൊപ്പം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങൾ തന്നെയാണ് ആരാധനകൾ തന്നെയാണ് ആഘോഷങ്ങളാക്കേണ്ടത്. ഒരിക്കലും ആഘോഷവും ആരാധനയും രണ്ടും രണ്ടല്ല. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ കേട്ടതുപോലെ ആഘോഷങ്ങളൊക്കെ ധന്യമാക്കേണ്ടത് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടാണ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ലംഘിച്ചുകൊണ്ട് ആഘോഷങ്ങൾ ആഭാസങ്ങളാവാതെ ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മഹിതമായ മാതൃകകൾ പിൻപറ്റി ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ മുറാദുകളും അല്ലാഹു തആല നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും റാഹത്തിലും വേഗത്തിലും നിറവേറ്റി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ഇങ്ങനെ ഒരുപാട് ബലിപെരുന്നാളുകളൊക്കെ സ്വീകരിക്കാനും അതൊക്കെ ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുന്നതിനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം അവിടുത്തെ ഭാര്യ ഹാജറ ബീവി, അവിടുത്തെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അവരോടൊപ്പം അല്ലാഹു തആല ജന്നാത്തുൻ നഈമായ സ്വർഗ്ഗലോകത്ത് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് സന്ദേശമായി ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്ന് വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.